പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം മധുരതരത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം തരം കേരള പാഠാവലി 2ാം യൂണിറ്റിലെ ആന ഡോക്ടർ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മലയാളത്തിലും തമിഴിലും ഒരുപോലെ മികവ് തെളിയിച്ച സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ ശ്രീ ജയമോഹന്റെ ആന ഡോക്ടർ എന്ന നോവലിലെ ഒരു ഭാഗമാണ് നമ്മുടെ പാഠഭാഗം. 1962 ഏപ്രിൽ 22 കന്യാകുമാരി ജില്ലയിലെ തിരുവരമ്പിലാണ് ജയമോഹൻ ജനിച്ചത്. നോവൽ, ചെറുകഥ, സാഹിത്യ വിമർശനം, ഉപന്യാസം, നാടകം, യാത്രാവിവരണം, ചരിത്രം, രാഷ്ട്രീയം, തത്വചിന്ത, അനുഭവം തുടങ്ങി വിവിധ മേഖലകളിൽ കൃതികൾ രചിച്ചിട്ടുണ്ട്. ആന ഡോക്ടർ, 100 സിംഹാസനങ്ങൾ, മിണ്ടാ ചെന്നായി എന്നിവ പ്രധാന കൃതികളാണ്. മലയാളത്തിൽ ഒഴിമുറി, കാഞ്ചി, 1/2, നാക്കുപെൻഡ, നാക്കുടാക്ക എന്നീ ചിത്രങ്ങൾക്കും തമിഴിൽ നാൻ കടവുൾ, അങ്ങാടിത്തെരു, പാപനാശം, സർക്കാർ തുടങ്ങിയ ചിത്രങ്ങൾക്കും തിരക്കഥ തയ്യാറാക്കിയിട്ടുണ്ട്. അഖിലൻ സ്മൃതി പുരസ്കാരം, സംസ്കൃതി സമ്മാൻ, കന്നഡ ഇലക്കിയ തോട്ടം അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. കുട്ടികളെ, ആന ഡോക്ടർ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കഥയാണ്. ആനകൾക്കായി തൻ്റെ ജീവിതം മാറ്റിവെച്ച ഡോക്ടർ കെ എന്ന ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ കഥ. 1952 ഇന്ത്യൻ വനം വകുപ്പിൽ മൃഗ ഡോക്ടറായി ഇദ്ദേഹം പ്രവേശിക്കുന്നത്. പിന്നീട് അദ്ദേഹം ജീവിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം ആനകൾക്കു വേണ്ടിയായിരുന്നു. അക്കാലത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും ക്രമാതീതമായ നിലയിൽ ആനകൾ ചത്തുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡോക്ടർ അതിന്റെ കാരണം കണ്ടെത്തുന്നതിനായി കാട്ടിൽ ചത്ത നിലയിൽ കണ്ടുകിട്ടുന്ന ജീവികളെ കുഴിച്ചിടുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ടെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തി. അക്കാര്യത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. 2/3 ഭാഗം ആനകളും മനുഷ്യരാൽ കൊല്ലപ്പെട്ടതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു. 2002 ഡോക്ടർ അന്തരിച്ചത്. ആന ഡോക്ടർ എന്ന തന്റെ നോവലിലൂടെ ജയമോഹൻ ഡോക്ടറെ നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ജീവിപ്പിക്കുകയാണ്. ഒരു ഫോറസ്റ്റ് ഓഫീസർ കഥ പറയുന്ന രീതിയിലാണ് ഈ കൃതി ആഖ്യാനം ചെയ്തിരിക്കുന്നത്. കുട്ടികളെ, ഈ പ്രവേശകം ഒന്ന് നോക്കൂ. ജീവിതത്തിന്റെ പൊരുൾ പാരസ്പര്യത്തിലാണ്. കരുണയോടെയുള്ള ജാഗ്രത അത് കാത്തുവെക്കുന്നു. എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്. പരസ്പരം ആശ്രയിച്ച് മുന്നോട്ടു പോകേണ്ടവരാണ്. പ്രകൃതിയും മനുഷ്യനും ജീവജാലങ്ങളും ഇഴപിരിക്കാൻ പറ്റാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രകൃതി ഉണ്ടെങ്കിലേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ. സഹജീവികളെ ഒരു കുടുംബമായും പ്രകൃതിയെ നമ്മുടെ വീടായും സങ്കല്പിച്ച് കാരുണ്യത്തോടെ പരസ്പരാശ്രിതത്വത്തിൽ കഴിയുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളെ, വരൂ, നമ്മൾക്ക് കഥയിലേക്ക് കടക്കാം. മുതുമലയിലെ മൃഗഡോക്ടറാണ് കെ എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി. കുട്ടികളെ, തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരിടമാണ് മുതുമല. ഇന്ത്യയിൽ ഏറ്റവും അധികം ആനകളുള്ള ദേശീയോദ്യാനം മുതുമല ദേശീയോദ്യാനമാണ്. വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ കുപ്പിച്ചില്ല് തറഞ്ഞുകയറി ഗുരുതരാവസ്ഥയിലായ പിടിയാനയെ ഡോക്ടർ കെ സാഹസികമായി രക്ഷപ്പെടുത്തുന്നു. വർഷങ്ങൾക്കു ശേഷം ഇതേ അവസ്ഥയിലായ കുട്ടിയാന അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് മുറിവേറ്റ കാലുമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തിച്ചേരുന്നു. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം, എന്നാൽ കുട്ടികളെ, ഇത് യാഥാർത്ഥ്യമാണ്. 10 മണിക്ക് ഞാൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരില്ല എന്നായിരുന്നു കരുതിയത്. പക്ഷേ ഏതാനും നിമിഷം കൊണ്ട് നന്നായി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഉണർന്നപ്പോൾ മുറിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ കോട്ട് ഇടുകയായിരുന്നു. എന്താണ് ഡോക്ടർ എന്ന് ഞാൻ ചോദിച്ചു. പുറത്ത് ആനയുടെ ശബ്ദം കേൾക്കുന്നു. ചൂരു നോക്കുമ്പോൾ ഇവിടെയുള്ള ആനയല്ല എന്നാണ് തോന്നുന്നത്. ഞാനും എഴുന്നേറ്റ് എൻ്റെ സ്വെറ്റർ എടുത്തിട്ടു. കാട്ടാനകളാണോ? ഡോക്ടർ ടോർച്ച് ലൈറ്റ് തെളിച്ചു നോക്കി. പൊതുവെ ഈ വഴിക്ക് കാട്ടാനകൾ വരാറില്ല. ഇവിടെ സെൽവയുടെ ചൂലുണ്ട്. എന്തോ കാരണമുണ്ട്. കുട്ടികളെ, സെൽവ എന്നത് മരപ്പട്ടിയെ പോലുള്ള ഒരു മൃഗമാണ്. ഈ മൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേകതരം ശക്തമായ മണത്തെയാണ് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ഗംബൂട്ടുകൾ എടുത്തിട്ടു. കതകു തുറന്ന് പുറത്തിറങ്ങി. പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു.
ഇരുട്ട് വലിയ കറുത്ത തിരശീല പോലെ തൂങ്ങിക്കിടന്നു. കുട്ടികളെ, ഇരുട്ടിനെ കറുത്ത തിരശീലയായാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു, കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ. പിന്നെ കറുപ്പിൽ കറകൾ പോലെ രൂപങ്ങൾ തെളിഞ്ഞു. അവ മുഴുത്ത് കാട്ടിന്റെ വിളുമ്പായി, മരങ്ങളായി, ചില്ലകളും ഇലകളുമായി. പിന്നിൽ ആകാശം ചാരനിറത്തിൽ തെളിഞ്ഞു. ഡോക്ടർ അതിനിടയ്ക്ക് ആനകളെ കണ്ടുകഴിഞ്ഞിരുന്നു. ചെറിയ കുട്ടിയാണല്ലോ എന്നു പറഞ്ഞു. എവിടെ എന്ന് ഞാൻ ചോദിച്ചു. 2 വയസ്സ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ദിക്കിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. എന്റെ മാറോളം പൊക്കമുള്ള ആനക്കുട്ടിയെ ഇരുട്ടിന്റെ ഉള്ളിൽ ഇരുട്ടിന്റെ ചലനമായി ഞാൻ കണ്ടു. ഈ പ്രായത്തിൽ കുട്ടി ഒറ്റയ്ക്ക് വരാറില്ലല്ലോ എന്നു ഞാൻ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് നടന്നു. ഇരുട്ടിൽ വിളക്കു തെളിച്ചാൽ പിന്നെ കണ്ണു കാണാതെയാവും. അതുകൊണ്ട് കണ്ണു മിഴിച്ചു നോക്കി ഞങ്ങൾ നടന്നു. അല്പസമയത്തിനുള്ളിൽ നിലത്തെ ഉരുളൻ കല്ലുകളുടെ മിനുസവും ഇലകളുടെ എണ്ണത്തിളക്കവും കണ്ടു തുടങ്ങി. ആനക്കുട്ടി പതുക്കെ അമറിക്കൊണ്ട് തുമ്പിക്കൈ നീട്ടി മണം പിടിച്ചു. ഈസി ഈസി എന്ന് ഡോക്ടർ പറഞ്ഞു. കൈ രണ്ടും മുന്നിൽ നീട്ടി അദ്ദേഹം അതിൻ്റെ അടുത്തേക്ക് നടന്നു. ആനക്കുട്ടി തലയാട്ടി ജേഴ്സി പശു കരയുന്ന ഒച്ചയിൽ ചിഹ്നം വിളിച്ചു. ഇവിടെ യഥാർത്ഥത്തിൽ ഡോക്ടർ ആനക്കുട്ടിയെ സമാശ്വസിപ്പിക്കുകയാണ്. കാലിൽ വ്രണമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് ചെന്നപ്പോൾ തുമ്പിക്കൈ നീട്ടി അദ്ദേഹത്തെ തൊട്ടു. അതിൻ്റെ ദേഹം ഉലയുന്നത് കണ്ടു. ഡോക്ടർ എന്നോട് നിന്നോളൂ എന്നു പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തു ചെന്നു നിന്ന് കാതിൽ പിടിച്ചു. തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി. തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു. അദ്ദേഹം അതിൻ്റെ മുഖത്ത് തൊട്ടപ്പോൾ തുമ്പിക്കൈ അദ്ദേഹത്തിൻ്റെ തോളിൽ വീണ് മലമ്പാമ്പ് പോലെ വഴുതിയിറങ്ങി. വരൂ എന്ന് എന്നെ ഡോക്ടർ വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ആ കുട്ടിയാനയുടെ നെറ്റിയിലും ചെവിയിലും തട്ടി സാന്ത്വനപ്പെടുത്തി. അത് തുമ്പിക്കൈ വളച്ചു നീട്ടി എന്നെ തൊട്ട് പരിശോധിക്കാൻ ശ്രമിച്ചു. ഇവനെ ഒന്ന് കിടത്തണം, എന്താണ് പ്രശ്നം എന്ന് നോക്കണം. നീ പോയി എൻ്റെ പെട്ടി എടുത്തുകൊണ്ടുവാ. ഡോക്ടറുടെ വിളിയിലെ അടുപ്പം ആ സമയത്ത് പോലും എനിക്ക് മനസ്സിലായി. നാവുകൊണ്ട് ബാറ്ററിയെ തൊട്ടതുപോലെ ഒരു ചെറിയ മധുരം. പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ അകത്തുപോയി മരുന്നുപെട്ടി എടുത്തുകൊണ്ടുവന്നു. ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന എറിഞ്ഞു തറപ്പിച്ചതിന് ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്നു കടത്തി. കുറെ സമയം അത് അസ്വസ്ഥമായി ആടിക്കൊണ്ടിരുന്നു. കുട്ടിയാനകൾ എന്തിനാണ് തുമ്പിക്കൈ 2 കാലിന്റെ നടുക്കും മുൻപോട്ടുമായി ഊഞ്ഞാലാടിക്കുന്നത് എന്നു ഞാൻ ചിന്തിച്ചു. ഇടയ്ക്ക് എന്നെ ഒന്ന് തൊട്ടുനോക്കിയാൽ കൊള്ളാം എന്നും അത് ശ്രമിച്ചു. തുമ്പിക്കൈ കുഴഞ്ഞു തളരുന്നത് കണ്ടു. കാതുകളുടെ അനക്കം നിലച്ച് പിന്നെയും തുടങ്ങി. കാലു തെറ്റി വീഴാൻ പോയി. കുട്ടികളെ, നമ്മുടെയെല്ലാം ശരീരത്തിന്റെ തുലനനില നിലനിർത്തുന്നത് ചെവിയാണ്. അതുപോലെ തന്നെയാണ് ആനയുടെയും. ഞെട്ടി കണ്ണു തുറന്ന് എന്നെ നോക്കി 4-5 തവണ നെടുവീർപ്പിട്ടു. തുമ്പിക്കൈ നിലത്തു വീണ് ഊതി മണ്ണ് പറപ്പിച്ചു. പിന്നെ അത് പതുക്കെ മുട്ടുകുത്തിയിരുന്ന് വലതുവശത്തേക്ക് ചെരിഞ്ഞു വീണ് നിശ്ചലമായി. നീ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിന്റെ കാതിൽ ഒഴിക്ക്, കുട്ടിയാണ്. കാത് നിലച്ചാൽ തലയ്ക്ക് ചൂട് കയറിയേക്കും, ഡോക്ടർ പറഞ്ഞു. കുട്ടികളെ, പൂരത്തിനും എഴുന്നള്ളത്തിനുമെല്ലാം ആന ചെവിയാട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. താളമേളങ്ങൾ ആസ്വദിക്കുകയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കാം. ആന ചെവിയാട്ടുന്നത് അതിൻ്റെ ശരീരോഷ്മാവ് ക്രമീകരിക്കാൻ വേണ്ടിയാണ്. ഞാൻ കുളിമുറിയിലേക്ക് ഓടി. ഞാൻ മടങ്ങി വന്നപ്പോൾ ഡോക്ടർ ആനയുടെ കാലുകൾ ശ്രദ്ധിച്ച് നോക്കുകയായിരുന്നു. ഞാൻ ആനയുടെ കാതുകൾ നനച്ചു. പിന്നെയും കുപ്പി തന്നെ, പക്ഷേ വലുതല്ല, പുണ്ണ് ചീഞ്ഞിട്ടുമില്ല, ഡോക്ടർ പറഞ്ഞു. വിളക്ക് പിടിച്ചോളൂ. ഞാൻ ടോർച്ച് വാങ്ങി വെട്ടം കാട്ടി. കുപ്പിയുടെ അറ്റം എനിക്ക് കാണാനായി. ആന ശ്രദ്ധിച്ച് കാലൂന്നിയാണ് നടന്നിരുന്നത് എന്ന് തോന്നി. ഭാരം കുറഞ്ഞ കുട്ടിയുമാണ്. ഡോക്ടർ ഫോർസെപ്പ് കൊണ്ട് ആ ചില്ലിൽ പിടിച്ച് വലിച്ചെടുത്തു. ചോരയുടെ ഗന്ധം.
ചില്ല് പൊട്ടിയിട്ടില്ലെന്നാ തോന്നുന്നത്. ഭാഗ്യം. ഡോക്ടർ വ്രണത്തിന്റെ ഉള്ളിൽ കൈയിട്ട് നന്നായി തിരഞ്ഞു. വെൽ, ഓൾമോസ്റ്റ് ക്ലീൻ. ലക്കി ഗൈ. പഞ്ഞിയിൽ മരുന്ന് നനച്ച് പുണ്ണിൽ തിരുകി കയറ്റി. അപ്പോൾ ആനക്കുട്ടി ഒന്നനങ്ങി. ഹീസ് എവേക്ക്. ഞാൻ കുറച്ചു മരുന്നാണ് കൊടുത്തത്. ഡോക്ടർ ആനയുടെ ചെറിയ കൊമ്പുകളിൽ തൊട്ട് ഹീസ് എ ടസ്കർ, മൈ ആൽഫ മെയിൽ എന്നു പറഞ്ഞു. കുട്ടിയുടെ തുമ്പിക്കൈയിന്റെ മൂക്ക് അനങ്ങിക്കൊണ്ടിരുന്നു. 1 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കും. കാലത്ത് മുതുമലയിലേക്ക് മടങ്ങും, ഡോക്ടർ പറഞ്ഞു. മുതുമലയിലേക്കോ? ഞാൻ ചോദിച്ചു. അതെ, അവൻ അവിടുന്നല്ലേ വന്നിട്ടുള്ളത്, ഡോക്ടർ പറഞ്ഞു. നീ ഇവനെ മുൻപ് കണ്ടിട്ടുണ്ട്. ഞാൻ സൂക്ഷിച്ചു നോക്കി. ഇവനെയോ? അതെ, മുഖം കണ്ടാൽ അറിയില്ലേ. 1.5 കൊല്ലം മുൻപ് മുതുമലയിൽ ഒരു വലിയ ആനയ്ക്ക് ഇതേപോലെ കുപ്പിച്ചില്ല് വലിച്ചെടുത്തില്ലേ? അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞ് ഇവനാണ്. ഇപ്പോൾ ചെറിയ കൊമ്പൊക്കെ മുളച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പിന്നെയും നോക്കി. ആനയുടെ മുഖം എങ്ങനെയാണ് തിരിച്ചറിയുക? ഡോക്ടർ ചിരിച്ചു. ഇപ്പം മനസ്സിലായില്ലേ ആനയുടെ കഴിവ്? ആന എത്ര മനുഷ്യമുഖങ്ങളാ ഓർമ്മിച്ചു വയ്ക്കാറുള്ളത്? ഡോക്ടർ എഴുന്നേറ്റ് കൈകൾ തൂത്തു. ഇത്രയും ദൂരം താങ്കളെ തേടി വന്നതാണോ? അമേസിംഗ് എന്ന് ഞാൻ പറഞ്ഞു. പാവം, നല്ല വേദന ഉണ്ടാവും. ഈ കുപ്പിച്ചില്ലും കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ദൂരം ഇവൻ നടന്നത്? ഡോക്ടർ, ആന അങ്ങനെയാണ്. അവ ജീവിക്കുന്നത് കൂടുതൽ വലിയ ലോകത്താണ് എന്ന് പറഞ്ഞു. ആനകളുടെ ഓർമ്മയെപ്പറ്റിയും ചെറിയ അടയാളങ്ങളെപ്പോലും മനസ്സിലാക്കി അവ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നതിനെപ്പറ്റിയും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 100 കിലോമീറ്റർ നടക്കാനാവും. 300 കിലോമീറ്റർ നടന്ന് ഒരാളെ അന്വേഷിച്ചു പോയ ആനയുടെ കഥ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും മുതുമലയിൽ നിന്ന് എങ്ങനെയാണ് അവ വന്നത് എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞങ്ങൾ പോയത് ജീപ്പിലായിരുന്നു. അതു നടന്ന് 1.5 കൊല്ലം കഴിഞ്ഞു. മുതുമലയിൽ നിന്ന് ടോപ്പ് സ്ലിപ്പിലേക്ക് വരണമെങ്കിൽ വഴിക്ക് 10 സ്ഥലത്തെങ്കിലും ഗ്രാമങ്ങൾക്കുള്ളിൽ കയറണം. 4 റോഡ് മുറിച്ചു കടക്കണം. ഞങ്ങൾ മടങ്ങി വീടിന്റെ ഉള്ളിൽ കയറുന്നതിനു മുൻപ് ഡോക്ടർ കെ തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ കറുത്ത ചലനങ്ങൾ കണ്ടു. ഒരു വലിയ ആനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ടോർച്ച് പൊന്തിച്ചപ്പോൾ നോ എന്ന് ഡോക്ടർ കെ പറഞ്ഞു. ആനകൾ കുട്ടിയുടെ അടുക്കലെത്തി അതിനെ വളഞ്ഞു നിന്നു. വിളിച്ചുകൊണ്ടു പോകട്ടെ, വരൂ, ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് 30ഓളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു. എന്റെ ദേഹം വിറച്ചു. കോൾമയിർ കൊണ്ട് കണ്ണുനീരോടെ ഞാൻ നിന്നു. അറിയാതെ 2 കൈകളും നെഞ്ചോട് ചേർത്ത് കൂപ്പി. ആനക്കൂട്ടം പിന്നെയും ചിഹ്നം വിളി മുഴക്കി. അതെ, ദേവദുന്ദുഭികൾ മുഴങ്ങി. മാനത്തെ പെരുമ്പറകൾ ഗർജിച്ചു. കറുത്ത ആകാശത്ത് ആനമുഖമുള്ള കറുത്ത ദേവഗണങ്ങളുടെ മുഖങ്ങൾ തെളിഞ്ഞു. വരൂ എന്ന് എന്റെ തോളത്ത് മുട്ടിയിട്ട് ഡോക്ടർ കെ അകത്തേക്ക് കടന്നു. കുട്ടികളെ, വിശേഷ ബുദ്ധി നമ്മൾ മനുഷ്യർക്കു മാത്രമല്ല ആനയ്ക്കും മറ്റു മൃഗങ്ങൾക്കുമെല്ലാം ഉണ്ടെന്നുള്ള സത്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. കുട്ടികളെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ശരി, എങ്കിൽ ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം നോക്കൂ. നോവൽ ഭാഗത്തെ ഏതെല്ലാം സന്ദർഭങ്ങളാണ് ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം സൂചിപ്പിക്കുന്നത്? കണ്ടെത്തി എഴുതുക. കുട്ടികളെ, ഈ നോവൽ ഭാഗത്ത് ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം സൂചിപ്പിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ കാണാം. ഇരുട്ടിൽ ആനയെ ഡോക്ടർ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ കാലിൽ വ്രണമുണ്ടെന്നറിഞ്ഞപ്പോൾ അതിനെ സ്നേഹത്തോടെ സമാശ്വസിപ്പിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ആനക്കുട്ടിയാണെങ്കിലോ മണം പിടിച്ചും തൊട്ടുമെല്ലാം ഡോക്ടർ കെയോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നുണ്ട്. 1.5 വർഷം മുമ്പ് മുതുമലയിൽ കണ്ട കുട്ടിയാനയാണ് തന്റെ മുമ്പിലുള്ളതെന്ന് ഡോക്ടർ തിരിച്ചറിയുന്നത് ആ വൈകാരിക ബന്ധത്തിന്റെ തീവ്രതയെയാണ് കാണിക്കുന്നത്. കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഡോക്ടറെ കാണാനെത്തിയ ആനയ്ക്കും ഉള്ളതെന്താണ്? ഡോക്ടറോടുള്ള വൈകാരിക ബന്ധം തന്നെയാണ്.
നല്ലയാളുകളെയും ചീത്തയാളുകളെയും തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധിയും ഇവിടെ ആനയ്ക്കുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. വലിയ 30 ആനകൾ കൂടി ഈ കുട്ടിയാനയോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആരെങ്കിലും അതറിഞ്ഞോ? വളരെ ക്ഷമയോടെയും നിശബ്ദതയോടെയും ആ ആനകൾ നിന്നില്ലേ? അത് ഡോക്ടർ കെയോടുള്ള വിശ്വാസം കൊണ്ടാണ്. എല്ലാം കഴിഞ്ഞ് നന്ദി സൂചകമായി തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിച്ചതിനു ശേഷമാണ് ആനകൾ തിരിച്ചു പോകുന്നത്. ഈ സന്ദർഭങ്ങളെല്ലാം തന്നെ ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം സൂചിപ്പിക്കുന്നതാണ്. കുട്ടികളെ, അടുത്ത ചോദ്യം നോക്കൂ. പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു. ഇരുട്ട് വലിയ തിരശീല പോലെ തൂങ്ങിക്കിടന്നു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു, കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ. ഇത്തരം പ്രയോഗങ്ങളാണ് ഗദ്യഭാഷയെ കൂടുതൽ ആകർഷകമാക്കുന്നത്. പാഠഭാഗത്തിലെ മറ്റ് സന്ദർഭങ്ങൾ കൂടി കണ്ടെത്തി അവ നോവൽ ഭാഗത്തിന് എങ്ങനെ ഭംഗി നൽകുന്നു എന്ന് ചർച്ച ചെയ്യുക. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൂട്ടുകാർക്ക് സ്വയം എഴുതാവുന്നതേയുള്ളൂ. മഹാകവി കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത എന്ന ഖണ്ഡകാവ്യത്തിലെ വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. തരുപക്ഷി മൃഗങ്ങളോടും ഇന്നരരോടും സുരരോടുമെന്നുമേ ഒരു മട്ടിവരുള്ളിലേന്തുമ സരള സ്നേഹരസം നിനപ്പൂ ഞാൻ. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കരുതുന്ന വിശുദ്ധമായ സ്നേഹത്തെയും അനുകമ്പയെയും കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത്. ഈ വരികളിലെ ആശയവും നോവൽ ഭാഗവും വിശകലനം ചെയ്ത് ഡോക്ടർ കെ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക എന്നതാണ് ചോദ്യം. ഡോക്ടർ കെ ഒരു പ്രകൃതി സ്നേഹിയാണ്, ജോലിയിൽ ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ്. എല്ലാവരെയും ഒരുപോലെ കണ്ട് സ്നേഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ആനകളെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള അറിവ് വളരെ വിപുലമാണ്. കൂട്ടുകാർ മികച്ച ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമല്ലോ. കുട്ടികളെ, അടുത്ത ചോദ്യം നോക്കൂ. വിനോദസഞ്ചാരികളിൽ ചിലരുടെ പ്രവൃത്തികൾ വന്യമൃഗങ്ങളുടെ സ്വൈര ജീവിതത്തെ എങ്ങനെയെല്ലാം ദോഷകരമായി ബാധിക്കുന്നു എന്ന് നാം നോവൽ ഭാഗത്ത് കണ്ടു. ഇതുപോലെ പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ടതും മൃഗങ്ങൾ പ്രാധാന്യത്തോടെ വരുന്നതുമായ നിരവധി വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. അവ വിശകലനം ചെയ്ത് പ്രകൃതിയെ കരുതലോടെ കാക്കാം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക. കുട്ടികളെ, പ്രഭാഷണം എന്നാൽ എന്താണ്? അതെ, പ്രസംഗം. നല്ലൊരു അഭിസംബോധനയോടുകൂടി വേണം പ്രസംഗം ആരംഭിക്കുവാൻ. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ആദ്യം പറയണം. വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കണം. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളും പറയണം. പ്രകൃതിയെ കരുതലോടെ കാക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വേണം പ്രഭാഷണം അവസാനിപ്പിക്കുവാൻ. കുട്ടികളെ, അടുത്ത ചോദ്യം നോക്കൂ. ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന എറിഞ്ഞ് തറപ്പിച്ച ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്ന് കടത്തി. തിരകളിലെ തോണി പോലെ അതിന്റെ ശരീരം ഉലഞ്ഞാടി. തുമ്പിക്കൈ അസ്വസ്ഥമായി പൊളഞ്ഞു. പാഠഭാഗത്ത് ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായ വാക്യങ്ങളും വൈവിധ്യമാർന്ന വാക്യരചനാ രീതികളും കാണാമല്ലോ. ഈ രീതിയിൽ വ്യത്യസ്തതയുള്ള വാക്യരചനാ രീതി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാവാം? ചർച്ച ചെയ്യുക. മുകളിൽ നൽകിയ ചെറുവാക്യങ്ങളെ ഒറ്റവാക്യമായും വലിയ വാക്യത്തെ ചെറുവാക്യങ്ങളായും അർത്ഥവ്യത്യാസം വരാതെ എഴുതി നോക്കൂ എന്നതാണ് ചോദ്യം. ഭാഷാശൈലിയെ കൂടുതൽ അർത്ഥപൂർണമാക്കുവാൻ ഈ വാക്യരചനാ രീതി സഹായിക്കുന്നുണ്ട്. കഥയുടെ ഒഴുക്കിനും സൗന്ദര്യത്തിനും അത് കാരണമാകുന്നുണ്ട്. കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കണേ. അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.